Hi dears, welcome back to Fashion Week Designs. ഒരു പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻ ആണ് കാണുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കിൽ ഇതുപോലെ ഹെവി ആയിട്ട് ഡയമണ്ട് ബോർഡർ ഇതുണ്ട്. വൈറ്റും ബേസ് ടോണും സെൽഫ് ടോണിലും എംബ്രോയിഡറി വർക്കാണ്. ഇതിൽ സീക്വൻസിങ് ഒന്നുമില്ല, ഫുൾ ഹെവി എംബ്രോയിഡറി പാറ്റേൺ. ബാക്കി പോർഷനിലോട്ട് ഇതുപോലത്തെ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്, ഇത്തിരി ഡാർക്ക് അല്ലാത്ത നല്ല കളർ ടോൺസ് ആണ്. ഇത് ഒരു എന്താ പറയുക, ഇത് പിങ്കിന്റെ കാറ്റഗറിയിൽ വരും. ലൈറ്റ് ലാവൻഡറും ഒരു പിങ്കിന്റെയും ഷെയ്ഡാണിത്. പിന്നെ ഇത് വന്നിട്ട് ബ്ലൂ ഷെയ്ഡ്, ഇതൊരു കാരാമൽ പോലെ നിൽക്കുന്ന ടൈപ്പ്. ലൈറ്റ് കാരാമൽ അല്ല, കുറച്ചുകൂടി ഒരു ക്യാമൽ ഷെയ്ഡ്, ലൈറ്റ് ക്യാമൽ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത്രയും കളർ ഷെയ്ഡ്സ് ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതിന്റെ ഡയമണ്ട് ബോർഡർ ആണ് ഞാനിപ്പോൾ ഈ ഫ്രണ്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് വരുമ്പോൾ ഈ ഒരു ഫ്ലവർ ബഡ്സും ലീഫും ഫ്ലവറും വന്നിരിക്കുന്ന ആ ഒരു സ്റ്റൈലാണ്. ബാക്കി പോർഷൻ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പിങ്കിന്റെ തന്നെ പിങ്ക് എന്ന് പറയത്തില്ല, പിങ്ക് കാറ്റഗറിയിൽ വരുന്നതാണേലും പക്ക പിങ്ക് അല്ല ഈ ഒരു കളർ വന്നിരിക്കുന്നത്. കുറച്ചൊരു ലെവൻഡറിന്റെ ഒക്കെ ഒരു ബ്ലെൻഡ് വരുന്ന, ഇതിനൊക്കെ വേറെ പേരുണ്ട്, നല്ലൊരു കളർ ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയും വളരെ ഹെവിയാണ്. സെയിം ഫാബ്രിക്, ഹെവി ബോർഡർ വെക്കുന്നുണ്ട്. ഒരു മാംഗോ ഡിസൈനും ഒരു ഫ്ലവർ പാറ്റേണും ഒക്കെയാണ് ദുപ്പട്ടയിലും പോയിരിക്കുന്നത്. ടോപ്പിന്റെ ഡാമൽ ചെയ്തേക്കുന്ന നല്ല ഹെവി വർക്ക്, ബാലൻസ് ഏരിയയിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക്, സെയിം കളറിൽ വരുന്ന ബോട്ടം. ഇത് കുറച്ചും കൂടെ പേസ്റ്റലായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് ഇതും വന്നിരിക്കുന്നത്. ഒരു ലെവൻഡർ ബ്ലെൻഡ് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ക്രഷ്ഡ് ഫോം യൂഷ്വലി കാണുന്നതിനും കുറച്ചുകൂടി ഒരു ക്രഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക് ആണ്. പ്ലാറ്റിനം ക്രഷ് തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ലൈറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ്, നല്ല ഹെവി എംബ്രോയിഡറി വർക്ക്. ദുപ്പട്ട സെയിം പാറ്റേൺ ഇതേപോലെ വരും. സെൽഫ് വിത്ത് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് എംബ്രോയിഡറി വർക്ക്. ബോത്ത് ബോർഡേഴ്സും സ്കാലപ്പ് ഫിനിഷ്ഡ് ആണ്. അത് ബേസ് കളറിൽ തന്നെയാണ് സ്കാലപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക്സ് ഓൾ ഓവർ സ്കാറ്റർ ചെയ്ത് വരുന്നുണ്ട്. ടോപ്പ് ദുപ്പട്ട പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്. എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റിൽ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് കൊടുത്തേക്കുന്നത്. എല്ലാത്തിലും വൈറ്റ്, ഒരു ഓഫ് വൈറ്റ് കോമൺ ആയിട്ട് വരും ആ എംബ്രോയിഡറിയിൽ. സെൽഫ് ടോണും ഓഫ് വൈറ്റ്, അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഇങ്ങനെ ബൂട്ട പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വൈറ്റ് ഡോട്ട് പോലെ നിങ്ങൾ കാണുന്നതും. എംബ്രോയിഡറി വർക്ക് തന്നെയാണ്, വൈറ്റ് ടോണും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. ഇതിൽ ഒത്തിരി ഡാർക്ക് അല്ല, പീസ്റ്റലായിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ്. അത് ഈ വർക്കും കൊണ്ടാണ് ഓരോ കളേഴ്സിനെയും കുറച്ചും കൂടെ അടിപൊളിയാക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്ക് പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. സാൻഡൂൺ ബോട്ടം 1480 ആണ് എൻ്റെ പ്രൈസ് റേഞ്ച്. ഇതാണ് അടുത്ത കളർ വന്നിരിക്കുന്നത്. വളരെ റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. പീച്ച് എന്നൊന്നും പറയത്തില്ല, ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനെ കൂടുതലും ഹൈലൈറ്റഡ് ആക്കുന്ന ആ ഒരു വൈറ്റ് എംബ്രോയിഡറി ആണ്. കണ്ടാൽ നമുക്ക് ഫുള്ളും പേൾസ് കൊണ്ടുള്ള വർക്കായിട്ട് തോന്നിയാലും പേൾസ് അല്ല, ഫുൾ എംബ്രോയിഡറി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സെൽഫ് ടോൺ വിത്ത് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള എംബ്രോയിഡറി വർക്ക്. പ്ലാറ്റിനം ക്രഷ്, ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കിലാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഹെവി വർക്ക് പാറ്റേൺ വിത്ത് സാൻഡൂൺ ബോട്ടം. 1480 ആണ് പ്രൈസ് റേഞ്ച്. താങ്ക് യു.